നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. സോ ടോട്ടൻഹാം ഹോട്ട്സ്പർ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിമിൻ്റെ മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ദിസ് ഇസ് റിവെഞ്ച് ടൈം. വീണ്ടും ഒരു റിവെഞ്ചുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസൺ 2024-25 സീസണിൽ 4 കളികളാണ് അടുപ്പിച്ച് ആ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ടോട്ടൻഹാം തോപ്പിച്ചത്. അതിനകത്ത് 2 ഗെയിം എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ അകത്തും, പിന്നെ ഒരു ഗെയിം ലീഗ് കപ്പിലും, പിന്നെ ഫൈനൽ 4ാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യൂറോപ്പ കപ്പിൻ്റെ ഫൈനലിൽ അവർ തോപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മനസ്സിലൊരു ഉണങ്ങാത്ത മുറിവായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. കാരണം കുറേ നാൾക്ക് ശേഷം നമ്മളൊരു യൂറോപ്യൻ കപ്പ് അടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയിൽ നിൽക്കുമായിരുന്നു. ആംബ്രമിൻ്റെ ഫസ്റ്റ് സീസണിൽ തന്നെ ഒരു കപ്പ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടാണ് ടോട്ടൻഹാം ആ വിജയം കൈവരിച്ചത്. സോ ഏകദേശം ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു ടീം സെക്കൻഡ് ടൈമാണ് ഒരു സീസണിൽ 4 വിജയങ്ങൾ നേടുന്നത്. അത് 1985-86 ടൈമിൽ എവർട്ടനാണ് ഇതിനു മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ഒരു സീസണിൽ 4 ഗെയിംസ് ജയിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു എന്താ പറയുക, കളങ്കം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ആ ഒരു യൂറോപ്പ കപ്പ് വിജയം നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഈ സീസണിൽ ഒത്തിരി മാറ്റങ്ങൾ വരുമായിരുന്നു. കാരണം നമുക്കറിയാം, യൂറോപ്പ ജയിച്ച് കഴിഞ്ഞാലുള്ള പ്രൈസ് മണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊരു വലിയൊരു എമൗണ്ട് ആയിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് കിട്ടിയിരുന്നെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ പ്രാവശ്യം ഇപ്പം വന്ന സൈനിങ്ങിനെയും കാട്ടി മോർ സൈനിങ്സ് കൊണ്ടുവരാനായിട്ട് മേ ബി ഒരു മിഡ്ഫീൽഡർ, 2 മിഡ്ഫീൽഡറോ ഒരു മിഡ്ഫീൽഡറിനെയും കൊണ്ടുവരാനായിട്ടുള്ളൊരു സാധ്യത തെളിയുമായിരുന്നു ആ ഒരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അത് നടന്നില്ല. സോ ഇതെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടൻഹാമിൻ്റെ സ്റ്റേഡിയത്തിൽ നാളെ പോകുവാണ് ടു ഗെറ്റ് ദറ്റ് റിവെഞ്ച്. എല്ലാവരുടെയും മനസ്സിൽ ആ ഉണങ്ങാത്ത മുറിവ് നിലനിൽക്കുന്നുണ്ട്. സോ വി ഓൾ വോണ്ട് റിവെഞ്ച്. ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ 4 ഗെയിംസിൽ നിന്നും 3 വിജയവും 1 സമനിലയും നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആകുന്നതിന് മുമ്പുള്ള ഫൈനൽ മാച്ചാണ് നാളെ നടക്കാൻ പോകുന്നത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉറപ്പായിട്ടും ഒരു വിജയം തന്നെ നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോ പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുപ്പിച്ച് 5 കളികളിൽ തോൽവി അറിയാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഇത് കിട്ടും. അതും കുറേ നാൾക്ക് ശേഷമാണ്. ആ സമയത്ത് ടോട്ടൻഹാമിൻ്റെ കാര്യമാണെങ്കിൽ, ടോട്ടൻഹാം കഴിഞ്ഞ ഗെയിം ചെൽസിയായിട്ട് തോറ്റു. പിന്നെ അവരുടെ ഹോം ഫോം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ സീസണിൽ 5 കളികളിൽ 3 കളി തോൽക്കുകയും 1 കളി ജയം, 1 കളി സമനിലയായിട്ടാണ് അവരുടെ ഹോം ഫോം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഹോം ഫോമിൻ്റെ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ പ്രീമിയർ ലീഗിൽ അവർ 17ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എവേ ഫോം നോക്കിക്കഴിഞ്ഞിരുന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടേബിളിൽ ഒരു 10th പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം രണ്ടും ഒരു വല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ മുതലാക്കാൻ തന്നെയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുറപ്പാട്. കാരണം നമുക്കറിയാം, ടോട്ടൻഹാം പുതിയൊരു കോച്ച് വന്നതിന് ശേഷം അവരുടെ ഒരു മിക്സ്ഡ് രീതിയിലുള്ളൊരു ഗെയിമാണ് ഇതുവരെയ്ക്ക് നടന്നിട്ടുള്ളത്. കുറച്ച് കളി ജയിക്കുക, പിന്നെ കുറച്ച് കളി തോക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് സ്ട്രീക്ക് ഓഫ് വിൻസും ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ മാച്ച്, അതായത് UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ കഴിഞ്ഞ മാച്ചിൽ അവർ 4-0 കോപ്പൻഹാഗനെ തോപ്പിച്ചിട്ട് ഉള്ള ഒരു ആത്മവിശ്വാസത്തിലും കൂടെയാണ് അവർ നിൽക്കുന്നത്. സോ ഉറപ്പായിട്ടും ഈ ഒരു മാച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം എന്നത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലെയേഴ്സിൻ്റെ ഒരു ഇത് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൽ മേസൺ മൗണ്ട് സ്റ്റാർട്ടിംഗ് 11ലേക്ക് തിരിച്ചു വരാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സെസ്കോ ചിലപ്പോൾ പ്ലേയിങ് 11ൽ കാണത്തില്ല. സോ സെസ്കോവിന് പകരം മത്തിയസ് കുഞ്ഞയും പിന്നെ മൗണ്ടും ആയിരിക്കും ഫ്രണ്ടിൽ കാണുക. പിന്നെ ഓബ്വിയസ്ലി എംബൂമോയും കാണും. പിന്നെ ഡിഫൻസിൽ എനിക്ക് തോന്നുന്നു ഡിയോഗോ ഡാലോവിന് പകരം പാട്രിക് ഡോർഗു വരാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ഗെയിംസായിട്ട് ഡാലോട്ടിൻ്റെ, കുറച്ച് ഗെയിമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാലോയുടെ മോശം പ്രകടനങ്ങൾക്ക് ശേഷം കുറേ നാൾക്ക് ശേഷമാണ് ഡാലോനെ കഴിഞ്ഞ ഗെയിമിൻ്റെ അകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പോയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആമറും പറയുണ്ടായില്ല ഇങ്ങനെ എന്ത് കാരണത്താലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നുള്ളതൊക്കെ. അപ്പോൾ അത് വളരെയധികം നോട്ട് ചെയ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. അപ്പം ആ ഒരു ചിന്തയിൽ ഡോർഗു ഡാലോട്ടിന് പകരം ഈ ഗെയിമിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൻഹാമിൻ്റെ പ്ലെയേഴ്സ്. ടോട്ടൻഹാമിന് ആക്ച്വലി കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് നല്ല എന്താ പറയുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട്
കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് എന്തായാലും അവർക്കുണ്ട്. അതിനകത്ത് മുഹമ്മദ് കുഡൂസ് എന്നുള്ള പ്ലെയറിൻ്റെ പ്രകടനം വളരെയധികം നമുക്ക് വീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വിങ് പ്ലേയിൽ കുഡൂസ് നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. സോ കുഡൂസിനെ ഉറപ്പായിട്ടും പൂട്ടേണ്ട ആവശ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിങ്ങിൻ്റെ അകത്ത് നിന്ന് പ്ലേയിൽ പല ഗോൾസും വഴങ്ങുന്നതായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട കുറച്ച് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ജാവോ പെലീഞ്ഞയുണ്ട്. പെലീഞ്ഞ ആക്ച്വലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മറിൽ നോട്ട വിട്ടിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. നമ്മളൊരു ലോൺ ഡീലിന് ട്രൈ ചെയ്തിട്ടൊരു പ്ലെയർ ആയിരുന്നു പെലീഞ്ഞ. എനിക്കൊരു ഇഷ്ടമുള്ളൊരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ടോട്ടൻഹമിന് വേണ്ടിയിട്ട് നല്ല മികച്ച ഗെയിംസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് ഗോൾസും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നു. പിന്നെ മിഡ്ഫീൽഡിൽ ഒരു പ്രസൻസ് ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ മിക്കി വാൻഡവൻ കഴിഞ്ഞ ഗെയിമിൽ ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു ഗോള് സ്കോർ ചെയ്തു. ഭയങ്കര കിടിലൊരു ഗോൾ, ബാക്കിൽ നിന്ന് പോയി സ്കോർ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ബോൾ കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു ഗോൾ. വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ് ഓഫ് ദിസ് ഇയർ സോ ഫാർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എടുത്ത് പറയുന്ന ജെഡ് സ്പെൻസ് ഉണ്ട്. സ്പെൻസും ആക്ച്വലി കുറച്ച് ബെറ്റർ ഗെയിം ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇംഗ്ലണ്ട് കോളപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അത് സ്പെൻസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും. സോ ഇത്രയും പ്ലേയേഴ്സാണ് മെയിനായിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപകടം സൃഷ്ടിക്കാൻ പാകത്തിനുള്ള പ്ലേയേഴ്സ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മെയിനായിട്ട് നോക്കേണ്ട ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് പ്ലേയിൽ നിന്ന് ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളൊരു ഫാക്ടർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കോർണർ കിക്സിൻ്റെ അകത്തു നിന്നൊക്കെ ഗോൾ വഴങ്ങുന്നത് നമ്മൾ ഈ അടുത്ത ഗെയിംസിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും ഈ സെറ്റ് പ്ലേസിൽ നിന്നൊക്കെ ഗോള് വഴങ്ങുന്നത് കാണുന്നുണ്ട്. പക്ഷേ സോ ദാറ്റ് ഈസ് നമ്മുടെ ടീമിൽ ഈ അനാവശ്യ ഗോള് നൽകുന്നതിൽ മെയിൻ ഫാക്ടർ ഒന്നാണ് ഈ സെറ്റ് പ്ലേ ഗോൾസ്. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ വളരെയധികം നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് അങ്ങനെ ഒരു സെറ്റ് പ്ലേ ഗോൾ നൽകാതിരിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. സോ ഇത് തന്നെയാണ് എൻ്റെ എന്താ പറയുക ഒരു കാഴ്ചപ്പാട് ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട്. പിന്നെ ഒരു സ്കോർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എവേ ഗെയിമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു എവേ ഫോമും അത്രയും ബെറ്റർ അല്ല. സോ അങ്ങനത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാനൊരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഒരു സ്കോർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ മേ ബി 2-1 വിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സോ വാട്ട് ഡു യു തിങ്ക് ദ സ്കോർ ലൈൻ വുഡ് ബി? അത് കമൻസിൽ പറയുക. പിന്നെ ഈ ഒരു ലൈനപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ പ്ലെയേഴ്സ് അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള പ്ലെയേഴ്സ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻസിലിടുക. സോ മേക്ക് ദിസ് ആൻ ഇൻറ്ററാക്റ്റീവ് സെഷൻ. സോ യാ, കീപ് സപ്പോർട്ടിങ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.